5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കൊട്ടിയൂർ അമ്പലത്തിൻ്റെ 4 കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ കൊട്ടിയൂർ യാത്രാ വിശേഷങ്ങളായിട്ട് ഇതാ ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ഒരു 4 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. കാണുന്ന ആ മലേൻ്റെ അങ്ങോട്ടാണ് തോന്നുന്നത് കൊട്ടിയൂർ. അവിടെയൊക്കെ വീടുകളതാ അങ്ങോട്ട് ഒരുപാട് വീടുകൾ കാണുന്നുണ്ട്. വരുന്ന വണ്ടികളാട്ടോ അതൊക്കെ കണ്ണൂർക്കുള്ള KSRTC ആണത്. മറ്റേത് കൊട്ടിയൂരിൽ വരുന്ന വണ്ടി. ഏതാ ബസ് സ്റ്റോപ്പ് എന്നൊന്നും അറിയില്ല. ഏതാ നമ്മുടെ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ പോയി കഥ വല്ലാത്തൊരു കഥയായിരുന്നു. ഏതായാലും നല്ല വെയിലാണ്, നല്ല വെയിൽ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നപ്പോൾ ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വെയിലൊക്കെ മങ്ങി ഇങ്ങനെ ഉണ്ട് പോലെ. ബസ്സൊക്കെ പറന്നാ പോണത്. കാലാവസ്ഥ മാറിയല്ലോ, നല്ല വെയിലുള്ളത്. ഇതാ മഴ ഇങ്ങനെ തുള്ളി തുള്ളിയായി മഴ പെയ്യുന്നു. പക്ഷെ അങ്ങോട്ട് നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലായിരുന്നു. ഇപ്പോൾ മഴ ഇങ്ങനെ തുള്ളിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴ താല്പര്യമല്ലോ, കോട്ടൊക്കെ എടുത്തിട്ടാ പോകുന്നത്. മഴ കൊട്ടിയൂർ പോകുമ്പോൾ മഴ ആണല്ലോ, നല്ല വെയിലാണ്. പക്ഷെ അങ്ങോട്ട് നല്ല വെയിൽ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് 1.5 മണിക്കൂറാണ്. അപ്പോൾ ഇതിലൊക്കെ വെയിലൊക്കെ പോയിട്ട് മഴയാണ് തോന്നുന്നത്. എത്ര വേഗതേ കാലാവസ്ഥ മാറിയത്. നല്ല വെയിൽ, അത് കഴിഞ്ഞിട്ട് നല്ല മഴയും പെയ്തു. ഇപ്പോഴും മഴ ചെറുതായിട്ടുണ്ട്. മഴ ഒന്ന് തോർന്നപ്പോൾ ഞങ്ങളിതാ പോവാണ് കേട്ടോ. ഞങ്ങൾ പുതിയ കോട്ടൊക്കെ വാങ്ങിയിട്ടാട്ടോ പോയത്. പക്ഷേ കോട്ടിടേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഇതുവരെ മഴയില്ലായിരുന്നു, ഇപ്പോഴാണ് ചെറുതായിട്ടൊരു മഴ പെയ്തത്. പക്ഷേ ആ മഴയത്ത് പിന്നെ ഞങ്ങളിവിടെ ഇരിക്കലായിരുന്നു. അപ്പോൾ കോട്ടിടേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താനായിട്ടോ. ഇതാ ഒരുപാട് ആൾക്കാർ ഇതാ കുളി കഴിഞ്ഞിങ്ങനെ വരുന്നു. ദൂരം 150 മീറ്റർ. അധികം ആൾക്കാരും കർണാടകക്കാരാണ്. കൊട്ടിയൂരെത്തി. എന്താ തിരക്ക്, നല്ല ബ്ലോക്കാ. ഓടപ്പൂ ഉണ്ട്, ഓടപ്പൂ. കൊട്ടിയൂർ ബസ് സ്റ്റാൻഡൊന്നും ഒരിക്കലും മറക്കൂല. കഴിഞ്ഞ കൊല്ലം പോകുന്നതൊക്കെ ഓർത്താലേ തലശ്ശേരിക്ക് ഒരുപാട് ബസ് വടകരയ്ക്ക്. അങ്ങനെ കൊട്ടിയൂരെത്തി. ഞാൻ ഡ്രസ്സ് മാറ്റുന്നില്ല, ഡ്രസ്സൊക്കെ മാറ്റുന്നത്. കൊട്ടിയൂരെത്തിയാൽ പിന്നെ ഇതാണ് വേഷം. നിങ്ങൾ ബാവലിപ്പുഴേൻ്റെ അടുത്ത് എത്താനായി കൊണ്ടിരിക്കുകയാണ്. നല്ല വെള്ളമാണല്ലോ പുഴയിൽ. കഴിഞ്ഞ പ്രാവശ്യം തടയണുണ്ടായിരുന്നു, ഇപ്രാവശ്യം തടയണല്ല, പാലത്തിലൂടെ തന്നെ പോയാൽ മതി, പുഴയിൽ നിന്ന് ആരും കുളിക്കണ്ട എന്നൊക്കെ പറയുന്നത്. നല്ല വെള്ളമാണ് കേട്ടോ, എന്താ വെള്ളം. ബാവലിപ്പുഴ കണ്ടോ, കര കഴിഞ്ഞൊഴുകാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം തടയണുണ്ടായിരുന്നു, ആ തടയണയിലൂടെ കയറ് കെട്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം പുഴയ്ക്ക് ഇറങ്ങാൻ തന്നെ പറ്റുന്നില്ല. 2 സൈഡിലും കയറ് കെട്ടിയിട്ടുണ്ട്, ആരും ഇറങ്ങണ്ട എന്നാട്ടോ പറയുന്നത്. കാരണം ഇപ്പം നല്ല വെള്ളമാണ്. പാലത്തിലൂടെ ഇതാ വരി നിന്നിട്ടാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ.
പിന്നെയെന്ന് പറഞ്ഞാൽ 3-4 പേര് ഇപ്രാവശ്യം വെള്ളത്തിൽ പുഴയിൽ പോയിട്ടുണ്ട്, മരിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധിക പേരും പുഴയിൽ ഇറങ്ങണ്ട, പുഴയിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കൈയും കാലും കഴുകി തലയൊന്ന് നനച്ച് അങ്ങനെ കയറാനൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഏതായാലും ഞാൻ ഇങ്ങനെ മുങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തല നനച്ചു, പ്രസാദേട്ടനൊന്ന് മുങ്ങി കുളിച്ചു. അങ്ങനെ ഇതാ 2 കല്ല് ഞാൻ പുഴയിൽ എടുത്തതാണ് കേട്ടോ. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ കല്ലെടുത്ത് നിറച്ചപ്പോൾ എനിക്ക് കിട്ടിയത് വെള്ളച്ചന്ദനം തന്നെയാണ് കേട്ടോ. ഇപ്രാവശ്യം വെള്ള. അപ്പോൾ ചില ആൾക്കാർക്ക് കല്ലെടുത്ത് വരയ്ക്കുമ്പോൾ രക്തചന്ദനത്തിൻ്റെ കളറായിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. പക്ഷേ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എനിക്കിപ്പോൾ കഴിഞ്ഞ വർഷം ഈ വർഷം വെള്ള കളറുള്ള ചന്ദനമാണ് കേട്ടോ. പിന്നെ ഞാനെൻ്റെ തമ്പിനയിലിട്ടത് വടക്കോട്ടൂർ യാത്ര എന്നാണ് കേട്ടോ. അത് പറയാൻ കാരണം ഈ ഭാഗത്തുള്ളവരെല്ലാവരും കൊട്ടിയൂരിനെ വടക്കോട്ടൂർ എന്നാട്ടോ പറയുക. വടക്കോട്ടൂർക്ക് പോകണ്ടേന്നറിയും. അപ്പോൾ ഇത് വേണമെങ്കിൽ വടക്ക് ഭാഗത്തായിരിക്കും, അതുകൊണ്ടായിരിക്കും വടക്കോട്ടൂർ എന്നുള്ള പേര് വന്നത്. അപ്പോൾ കൊട്ടിയൂരിന് വടക്കോട്ടൂർ എന്നുള്ള പേരും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ മഹാദേവൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊട്ടിയൂരിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് ആരോടും പറഞ്ഞു തരുമൊന്നും വേണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം നല്ല തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ ഞായറാഴ്ച തിരക്കായിരിക്കും കയറിയിട്ട് തിങ്കളാഴ്ച വന്നത്. അപ്പോൾ തിങ്കളാഴ്ച അതിലേറെ വലിയ തിരക്കാണ് കേട്ടോ. അപ്പോൾ പ്രസാദേട്ടൻ പറഞ്ഞാൽ കൈ വിടാതെ പിടിച്ചോ അല്ലെങ്കിൽ കൂട്ടം തെറ്റിപ്പോകുന്നതാണ്. ഞങ്ങൾ കൈ കോർത്ത് പിടിച്ചിട്ടാണ് കേട്ടോ ഈ ക്ഷേത്രത്തിന് തൊഴുത് വാലം വെച്ച് പ്രാർത്ഥിച്ചതൊക്കെ. അത്രയ്ക്കും തിരക്കായിരുന്നു. കൊട്ടിയൂരൊക്കെ തൊഴുത് പോകുന്ന സമയത്ത് അധികം തിരക്കില്ല. ആന ആടിക്കളിക്കുന്നുണ്ട്. ആനേനെ കാണാൻ എന്താ രസം. ഒരാൾ ആടിക്കളിക്കുന്നു. ആടി കളിക്കുന്നു. ആനേൻ്റെ തോട്ടി എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇതാ ഇത്രയും നീളല്ലേ ചെറിയ സാധനത്തിനോണ്ടാണ് ഈ വലിയൊരു മനുഷ്യനെ കൊണ്ട് നടക്കുന്നത്. എൻ്റെ അമ്മേ, എത്രയും വലിയൊരു ആന അത്. അങ്ങനെ ആന ആടുന്നതും കണ്ടു, ആടിക്കളിക്കുന്നതും കണ്ടു, തൊഴുത് പ്രാർത്ഥിച്ചു. ഞാൻ പോകുന്നത് അതാണ് വെള്ളച്ചന്ദനം കിട്ടിയ എന്താണെന്ന് അറിയില്ല. പിന്നെ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ എന്താ പറയുക, കൊട്ടിയൂർ അമ്പലത്തിനെ കുറിച്ച് ആർക്കൊന്നും പറഞ്ഞിരുന്നു വേണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. ലക്ഷയാഗം നടന്ന സ്ഥലം. ദൈവമേ, ഇവിടെ സഡൻ നിൽക്കി എൻ്റെ ചെരുപ്പും കൂടെ എടുക്കട്ടെ. അങ്ങനെ ഈ വർഷത്തെ കൊട്ടിയൂർ സന്ദർശനം കഴിഞ്ഞു. കഴിഞ്ഞ വർഷം വന്നു, ഈ വർഷം. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ ശിവശങ്കര. എന്നിട്ട് മുന്നിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാ. തിരിച്ചു പോന്നപ്പോ എവിടെയും തൊഴുതു. തിരിച്ചു പോന്നപ്പോ കൊട്ടിയൂരിക്കാണ് എവിടെയും തൊഴുതു. അവിടുന്ന് പ്രസാദം അവിലും നാളികേരം അത് കഴിച്ചു. ഇപ്പോൾ 4 മണിയായിട്ടോ. 2:30 ഞങ്ങളിവിടെ എത്തിയത്. കുട്ടി തീരെയല്ല. കൊട്ടിയൂർ കഴിഞ്ഞു പോകുന്നത് ഡ്രസ്സ് മാറ്റണം, എനിക്ക് മാറ്റുന്നുണ്ട്. പകുതി നൽകിയിട്ടുണ്ട്. ബസ്സിനല്ലല്ലോ, ബൈക്കിനല്ലേ. ആ മല കണ്ടോ, എന്തോ രസം. കർമ്മേഘം ഇങ്ങനെ മാഞ്ഞ് ഇങ്ങനെ പോകണുണ്ടോ. ചെറിയൊരു പർച്ചേസിങ് നടത്തണം. എനിക്കൊരു കമ്മൽ വാങ്ങണം എന്നുണ്ട്, ഓടപ്പൂ വാങ്ങണം, അത്രയേ ഉള്ളൂ.
ബോംബെ ഫാഷൻ കമ്മൽ ഏതെടുത്താലും ഒന്നിന് 10, 20, 30. അവിടെ പോയോക്കട്ടെ. അങ്ങനെ കമ്മലൊക്കെ വാങ്ങി പിന്നെ ദാ ഓടപ്പൂ വാങ്ങാൻ പോയതാണ് കേട്ടോ. അങ്ങനെ ഒരു ഓടപ്പൂവും വാങ്ങി. ഓടപ്പൂ കാണാൻ നല്ല രസമാണ്. ഓടപ്പൂവിനൊക്കെ നല്ല വില കേട്ടോ. ഓരോ വർഷം കഴിയുന്തോറും വില കൂടി കൂടി വരികയാണ് കേട്ടോ. ഏറ്റവും ചെറുതിന് തന്നെ 150 രൂപ വെച്ചിട്ടാണ് കേട്ടോ അവർ വാങ്ങുന്നത്. ഓടപ്പൂ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒരു ചുക്ക് കാപ്പി കുടിക്കാൻ പോയി കേട്ടോ. അവിടുത്തെ ചുക്ക് കാപ്പി കൊടുക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഈ നല്ല തണുപ്പും നല്ല മഴയല്ലേ, അപ്പോൾ ഏറ്റവും നല്ലൊരു അനുഗ്രഹമാണ് ഈ ചുക്ക് കാപ്പി. ഞങ്ങൾ രണ്ടാളും കൂടി ഓരോ ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചു. ഇനി നേരെ പോകുന്നത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ തൊഴാനാണ് കേട്ടോ. ഇക്കരെ കൊട്ടിയൂർ പോയിട്ടൊന്ന് തൊഴുതാക്കുക. ഇനി പോകുന്നത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ കേട്ടോ. പായസം വാങ്ങാൻ പറ്റും. പായസം വാങ്ങട്ടെ. പായസം നെയ്പായസം വാങ്ങാം. ഇങ്ങനെ ഇക്കരെ കൊട്ടിയൂരിന്ന് നെയ്പായസം വാങ്ങി തിരിച്ചു പോരാണ്. എന്തൊരു തിരക്കാന്നറിയാം. എല്ലാ വർഷവും തിരക്ക് കൂടി വരികയാണ്. ശബരിമലത്തെ പോലെ തന്നെ ഒരു വർഷം തിരക്ക് കുറയുന്നില്ല, കൂടി വരിക. നെയ്പായസം 100 രൂപ. നെയ്പായസം ഓടപ്പൂ 5:05 ആവാനായിട്ടോ. 5:30. അഞ്ചര മണിക്ക് നമ്മൾ തിരിച്ചു പോന്നു. അങ്ങനെ വൈകിട്ട് ഒരു 5:30 മണിയോട് കൂടി ഞങ്ങൾ കൊട്ടിയൂരിൽ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ കൊട്ടിയൂർ സന്ദർശനം കഴിഞ്ഞു. ഏതായാലും പറഞ്ഞ് കൊട്ടിയൂർ യാത്രാവിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.